പ്രിയപ്പെട്ടവരെ, നിങ്ങളുമായി ഇത്തരത്തിൽ സംവദിക്കാൻ കഴിയുന്നതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. നമ്മുടെ പാർലമെൻ്ററി പ്രവർത്തനത്തിൻ്റെ ചരിത്രത്തിൽ ഒരു പുതിയ ഏടായിരുന്നു നവകേരള സദസ്സ്. ആ നവകേരള സദസ്സിൻ്റെ ഭാഗമായി ഒട്ടേറെ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ഏറ്റവും പ്രധാനം നവകേരളം എങ്ങനെ പടുത്തുയർത്തണം എന്നതിനെക്കുറിച്ച് വിവിധ മേഖലകളിലുള്ളവർ പ്രകടിപ്പിച്ച അഭിപ്രായങ്ങളായിരുന്നു. പ്രത്യേകിച്ച് നവകേരള സദസ്സിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച പ്രഭാത സദസ്സിൽ ചിലപ്പോൾ നിങ്ങളിൽ ചിലരും ചിലയിടങ്ങളിൽ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകാം. ആ പ്രഭാത സദസ്സിൽ ഒട്ടേറെ നിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു. അപ്പം അത് പൊതുവേ നാട് വലിയ തോതിൽ സ്വീകരിക്കപ്പെട്ട പുതുമയാർന്നൊരു പരിപാടിയായിരുന്നു. എന്നാൽ അതിൻ്റെ അനുഭവത്തിൽ നവകേരളവുമായി ബന്ധപ്പെട്ട് വിവിധ വിഭാഗം വലിയ പ്രതീക്ഷയിൽ നിൽക്കുമ്പോൾ പ്രകടിപ്പിക്കാൻ കഴിയാത്ത അഭിപ്രായങ്ങൾ അത് പ്രകടിപ്പിക്കുന്നതിൻ്റെ അവസരം കൂടി ഉണ്ടാകും നല്ലതാണ് എന്ന് കരുതിയതിൻ്റെ ഭാഗമായാണ് ഈ രീതിയിലൊരു പരിപാടി സംഘടിപ്പിച്ചത്. 10 വിഭാഗങ്ങളെ പ്രത്യേകമായി ഇതുപോലുള്ള പരിപാടികളിൽ അവരുമായി സംവദിക്കുന്ന നിലയാണ് ഉണ്ടാകുന്നത്. അതിൽ ഏറ്റവും പ്രധാനം യുവത തന്നെയാണ്. യുവതയെ 2 ഭാഗമായി തിരിച്ചു. അതാണ് ഇവിടെ പറഞ്ഞ കോഴിക്കോട് പരിപാടി. വിദ്യാർത്ഥികളെ പ്രത്യേകമായി കണ്ട് സംവദിക്കുന്ന നിലയുണ്ടായി. വിദ്യാർത്ഥികളുടെ യോഗങ്ങൾ നേരത്തെയും സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ ഈ യോഗം വിദ്യാഭ്യാസ മേഖലയോടൊപ്പം തന്നെ പൊതുവായി കേരളം എങ്ങനെ ഉയർന്നു വരണം എന്നതിനെക്കുറിച്ചുള്ള ഒട്ടേറെ നിർദ്ദേശങ്ങൾ ഉയർന്നു വരുന്ന ഒന്നായാണ് മാറിയത്. വിജയകരമായ ഒരു യോഗമായിട്ടാണ് അത് മാറിയത്. രണ്ടാമത്തെ യോഗമാണ് ഈ യോഗം. ഇതിലും വിദ്യാർത്ഥികൾ ചിലരുണ്ടാകാം. അപ്പം നമ്മുടെ നാടിൻ്റെ വളർച്ച നാം പടുത്തുയർത്താൻ ഉദ്ദേശിക്കുന്ന നവകേരളം എങ്ങനെയാവണം, ഇന്ന് നാം നേരിടുന്ന പ്രശ്നങ്ങൾ ഏത് രീതിയിൽ പരിഹരിക്കപ്പെടണം, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ധാരണകളും സങ്കല്പങ്ങളും ഉള്ളവരായിരിക്കും
യുവത പ്രത്യേകിച്ച്. ആ യുവജനങ്ങളുടെ മനസ്സ് തുറന്ന് അഭിപ്രായം പറയുകയും അത് കേൾക്കുകയും ചെയ്യുന്നതിനാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ യുവജനങ്ങൾ ചരിത്രത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ളവരാണ്. ഇത് തെളിയിച്ച എത്രയോ ദീപ്ത വ്യക്തിത്വങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നതാണ്. ബ്രിട്ടീഷ് ഗവർണർക്ക് കത്തെഴുതി അഭിമാനത്തോടെ വധശിക്ഷ ഏറ്റുവാങ്ങിയ ഭഗത് സിംഗ് ആ കത്തിൽ പറഞ്ഞത്, എനിക്ക് മരണത്തെ ഭയമില്ല, നിങ്ങളെന്നെ മുന്നിൽ നിന്ന് വേണം വെടിവെക്കാൻ എന്നായിരുന്നു. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടാൻ ഒരു സൈന്യത്തെ തന്നെ സജ്ജമാക്കിയ സുഭാഷ് ചന്ദ്രബോസ്, നന്നേ ചെറുപ്പത്തിൽ സാമ്രാജ്യത്തിനെതിരെ പടനയിച്ച ഝാൻസി റാണി, നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്രാജ്യത്വ വിരുദ്ധ ദേശീയ പ്രസ്ഥാനത്തെ ചലിപ്പിച്ചത് ഇത്തരത്തിലുള്ള യുവാക്കളുടെ ഒരു നീണ്ട നിരയായിരുന്നു. ശാസ്ത്ര സാങ്കേതിക കലാരംഗങ്ങളിലും യുവാക്കൾ ലോകോത്തര സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തോന്നക്കല്ലിൽ സമാപിച്ച സയൻസ് എക്സിബിഷൻ, അതിൽ ഡാർവിൻ യാത്ര ചെയ്ത HMS ബീഗിൾ പ്രദർശിപ്പിക്കുകയും ഡാർവിനെ ചിത്രീകരിക്കുകയും ചെയ്തിരുന്നു. പരിണാമ സിദ്ധാന്തത്തിലേക്ക് ഡാർവിനെ നയിച്ച HMS ബീഗിളിലെ യാത്ര അദ്ദേഹം നടത്തിയത് തൻ്റെ 20കളിലായിരുന്നു. 30കളുടെ തുടക്കത്തിലാണ് വൈദ്യുതി വിതരണവുമായി ബന്ധപ്പെട്ട വിപ്ലവകരമായ കണ്ടെത്തലുകൾ നിക്കോള ടെസ്ല നടത്തിയത്. 37ാമത്തെ വയസ്സിൽ അകാല ചരമം പ്രാപിക്കുന്നതിന് മുൻപ് തന്നെ തൻ്റെ ചിത്രങ്ങളിലൂടെ വാൻ ഗോഗ് ആഗോള പ്രശസ്തനായി കഴിഞ്ഞിരുന്നു. ലാറ്റിൻ അമേരിക്കയിൽ ഉൾപ്പെടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ വിപ്ലവ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ ചെ ഗുവേരയും യുവാവായിരുന്നു. യുവത്വത്തിൽ ഒരായുഷ്കാലം കൊണ്ട് ചെയ്തു തീർക്കാവുന്നതിനപ്പുറം ചെയ്തു തീർത്തിട്ട് യുവത്വത്തിൽ തന്നെ കടന്നുപോയവരാണ് യേശുക്രിസ്തുവും സ്വാമി വിവേകാനന്ദനും ഷെല്ലിയും കീറ്റ്സുമെല്ലാം. ഓഷ്വിറ്റ്സ് ജയിലറയിൽ നരകിച്ച ആൻ ഫ്രാങ്ക് എന്ന ചെറുപ്പക്കാരിയുടെ കാര്യവും ഇതുപോലൊരു കൂട്ടായ്മയിൽ വിസ്മരിക്കപ്പെട്ടുകൂടാ. തങ്ങൾക്ക് മുന്നിലുള്ള സാധ്യതകളെ ഭയരഹിതവും ക്രിയാത്മകവുമായി ഏറ്റെടുക്കാൻ യുവാക്കൾ സദാ സന്നദ്ധരാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇവരുടെ എല്ലാം ജീവിതം. ഇങ്ങനെയുള്ള യുവത്വത്തിൻ്റെ ശക്തിയെ കൃത്യമായി തിരിച്ചറിയുകയും അതിനെ ലോകത്തിൻ്റെ തന്നെ
ഭാഗധേയം നിർണ്ണയിക്കാൻ പാകത്തിൽ വിനിയോഗിക്കുകയും ചെയ്ത ചരിത്രമാണ് എല്ലാ കാലത്തും പുരോഗമന പ്രസ്ഥാനങ്ങൾക്കുള്ളത്. നമ്മുടെ നാടിൻ്റെ ചരിത്രമെടുത്താൽ കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം ആദ്യം നടന്ന തെരഞ്ഞെടുപ്പിൽ 1957 അധികാരത്തിൽ വന്ന കേരളത്തിലെ ആദ്യത്തെ ഗവൺമെൻറ് വിദ്യാഭ്യാസം സാർവത്രികമാക്കി പൊതുജനാരോഗ്യ സംവിധാനത്തെ ശാക്തീകരിച്ചു, ഭൂബന്ധങ്ങൾ അഴിച്ചുപണിതു. ഇതെല്ലാം കേരളത്തിലെ യുവതലമുറയുടെ മുന്നിൽ വലിയ സാധ്യതകളാണ് തുറന്നു വെച്ചത്. അതിൽ നിന്നുള്ള വികാസം ഉറപ്പാക്കും വിധമാണ് ഇന്നത്തെ കാലത്തിനനുസൃതമായ സാധ്യതകൾ നമ്മുടെ യുവാക്കൾക്ക് ഒരുക്കി കൊടുക്കാൻ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. ഈ ശ്രമത്തിന് കേരളത്തിലെ യുവജനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രധാനമാണ്. അവ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് സർക്കാർ കരുതുന്നത്. ആ ചിന്തയോടെയാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് വരെയുള്ള നേട്ടങ്ങളെ ഉറപ്പിക്കാൻ നമുക്കാവണം. ആ നേട്ടങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് കേരളത്തെ വികസിത മധ്യവരുമാന രാജ്യങ്ങൾക്ക് തുല്യമായ ഇടമാക്കി മാറ്റുക, ഇതാണ് നവകേരളം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി കേരളത്തെ വിജ്ഞാന സമ്പദ്ഘടനയും നൂതനത്വ സമൂഹവുമായി പരിവർത്തിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മുടെ ജനങ്ങളുടെ ജീവിത നിലവാരത്തെ ആകെ ഉയർത്തി നവകേരളത്തെ സാർവദേശീയ തലത്തിൽ തന്നെ സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. ആ നവകേരള നിർമ്മിതിയിൽ ഏറ്റവും വലിയ സംഭാവന നൽകാൻ യുവതക്കാണ് കഴിയുക. കേരളത്തിൻ്റെ നേട്ടങ്ങളെ ശക്തിപ്പെടുത്തണമെങ്കിൽ അതിനുതകുന്ന സാമൂഹിക സാഹചര്യം ശക്തിപ്പെടണം. രാജ്യത്തിനും ലോകത്തിനാകെയും മാതൃകയാണ് നമ്മുടെ മതനിരപേക്ഷ സമൂഹം. അത്തരമൊരു സമൂഹത്തിലെ ജനങ്ങൾക്കാകെ ഒരുപോലെ പ്രാപ്യമാകുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കൽ പ്രധാനമാണ്. അതുകൊണ്ട് ഈ സവിശേഷ സാമൂഹ്യ സാഹചര്യത്തെ നമുക്ക് എന്ത് വില കൊടുത്തും സംരക്ഷിക്കേണ്ടതുണ്ട്. അത് തകർന്നാൽ നമുക്ക് ഒന്നും നേടാനാവില്ല എന്നത് തിരിച്ചറിയണം. ഇവിടെ ജാതിരഹിതമായും മതാതീതമായും ചിന്തിക്കാനും പ്രവർത്തിക്കാനും നമ്മുടെ സമൂഹത്തിൽ നേരത്തെ തന്നെ ഉള്ള ആ പ്രക്രിയ തുറന്നു കൊണ്ടുപോകാൻ യുവജനങ്ങൾ പ്രധാന പങ്കുവഹിക്കേണ്ടതുണ്ട്. നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങളും അവ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളും ഇതിന് വലിയ ഊർജം പകരുന്നതാണ്.
ആ ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിൻ്റെ ഒരുമ നിലനിർത്തുന്നതും ശക്തിപ്പെടുത്തുന്നതുമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ നമുക്കാവണം. സമൂഹത്തിൻ്റെ പുരോഗമനപരമായ മുന്നോട്ടു പോക്കിന് അത്യന്താപേക്ഷിതമാണ് ശാസ്ത്രബോധവും യുക്തിചിന്തയും വളർത്തൽ. അത് വളർത്താനുള്ള പ്രവർത്തനങ്ങളുടെ മുൻപന്തിയിൽ നമ്മുടെ യുവതയുണ്ടാകണം. ശാസ്ത്രവും സാങ്കേതികവിദ്യയും സാമൂഹിക സാമ്പത്തിക പുരോഗതിക്ക് ഉതകുന്നവയാണ്. അവയെ ആ നിലക്ക് നമ്മുടെ സംസ്ഥാനം ഉപയോഗിക്കാനാണ് ശ്രദ്ധിക്കുന്നത്. അവ മനുഷ്യ നന്മയ്ക്കും സാമൂഹ്യ പരിവർത്തനത്തിനും കൂടി ഉപകാരപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുകയാണ്. നമ്മൾ ഇതിനകം തന്നെ ചില സ്ഥാപനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, ഡിജിറ്റൽ സയൻസ് പാർക്ക്, ജിനോം ഡാറ്റാ സെൻറ്റർ, ന്യൂട്രാസ്യൂട്ടിക്കൽസ്, ഇങ്ങനെ വിവിധ മേഖലകളിലെ മികവിൻ്റെ കേന്ദ്രങ്ങൾ. അതോടൊപ്പം ഡിഫൻസ് പാർക്ക്, സ്പേസ് പാർക്ക്, AI ക്യാമറ തുടങ്ങിയ സംവിധാനങ്ങൾ. ഇതെല്ലാം കേരളത്തിൽ ഒരുക്കുന്നത് നേരത്തെ പറഞ്ഞ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി തന്നെയാണ്. അവയിൽ പലതും രാജ്യത്തിന് തന്നെ മാതൃകയാണ് എന്നതും ഓർക്കേണ്ടതാണ്. സാങ്കേതികവിദ്യയെ പ്രയോജനപ്പെടുത്തി കൃഷി മുതൽ ആതുര ശുശ്രൂഷ വരെ നവീകരിക്കുകയാണ് നാം ചെയ്യുന്നത്. നാടിൻ്റെ വളർച്ചയ്ക്ക് കാർഷിക വളർച്ച ഉണ്ടായേ തീരും. നമ്മുടെ യുവതലമുറക്ക് കാർഷിക സംരംഭകത്വ സാധ്യതകൾ തുറന്നു കൊടുക്കാനാണ് വൈഗ കാർഷികമേള പോലുള്ളവ നടത്തി വരുന്നത്. യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനും കൃഷിയിൽ ആധുനിക സാങ്കേതിക വിദ്യകളുടെയും യന്ത്രങ്ങളുടെയും ഉപയോഗം പരിശീലിപ്പിക്കുന്നതിനും ആവശ്യമായ പരിപാടികൾ നടത്തി വരുന്നുണ്ട്. നമ്മളൊരു ഉപഭോഗ സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തെ ഒരു ഉൽപ്പാദക സംസ്ഥാനമാക്കി മാറ്റാനാകുമോ? ഈ ശ്രമമാണ് നാം നടത്തുന്നത്. നമ്മുടെ ചെറുപ്പക്കാർക്ക് ആവശ്യമായ തൊഴിൽ ലഭ്യമാക്കൽ ഇതിൽ പ്രധാനമാണ്. അതോടൊപ്പം ഉദ്യോഗാർത്ഥി എന്ന തലത്തിൽ നിന്ന് ഉദ്യോഗദാതാക്കളായി, തൊഴിൽ ദാതാക്കളായി നമ്മുടെ ചെറുപ്പക്കാരെ മാറ്റിയെടുക്കുക, അതും ഇപ്പോൾ വലിയ തോതിലാണ് ഉയർന്നു വരുന്നത്. ഇതെല്ലാം ചെയ്യുമ്പോൾ തന്നെ സാമൂഹ്യനീതി കൃത്യമായി ഉയർത്തിപ്പിടിക്കാനാവണം. ഇത്തരത്തിലുള്ള സമഗ്രമായൊരു കാഴ്ചപ്പാടോടെയാണ് നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് പോകുന്നത്. ഒരു വർഷം കൊണ്ട് 1,00,000 സംരംഭങ്ങൾ തുടങ്ങാൻ ലക്ഷ്യമിട്ടപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ആദ്യത്തെ 8 മാസം കൊണ്ട് തന്നെ ലക്ഷ്യം പൂർത്തിയായി എന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ആകെ എടുത്താൽ 1,39,000-ത്തിലധികം സംരംഭങ്ങളാണ് പൂർത്തിയാക്കാനായത്, പുതുതായി വന്നത്. തൊഴിലവസരങ്ങൾ
3 ലക്ഷത്തോളം, നിക്ഷേപം 8,500 കോടിയോളം രൂപ. അപ്പോൾ കേരളം ഏത് രീതിയിൽ മാറുന്നു എന്നതിൻ്റെ ഉത്തമമായ തെളിവാണത്. ഇതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ഈ സാമ്പത്തിക വർഷത്തിൽ സംരംഭക വർഷം 2 നടപ്പാക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി ഇതേവരെ എടുത്താൽ 91,000-ഓളം സംരംഭങ്ങളായി. 6,100 കോടിയിലധികം രൂപയുടെ നിക്ഷേപം, 1,90,000-ലധികം തൊഴിലവസരങ്ങൾ. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ നാട്ടിൽ വ്യാവസായിക രംഗത്തിൽ മാറ്റങ്ങൾ വരുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്. ഇതിൽ നിന്ന് കൂടുതൽ വളർച്ചയിലേക്ക് കുതിക്കാനാണ് മിഷൻ 1000 എന്നൊരു പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. അതായത് MSMEകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 1000 സ്ഥാപനങ്ങൾ, അവരെ 4 വർഷത്തിനുള്ളിൽ 1 ലക്ഷം കോടി രൂപ വിറ്റുവരവുള്ള സംരംഭങ്ങളാക്കി മാറ്റി തീർക്കുക. ഓരോ സ്ഥാപനവും 100 കോടിക്ക് മേലെ ആസ്തിയുള്ള സ്ഥാപനമാക്കി മാറും. ഇപ്പോൾ 552 അപേക്ഷകൾ ഈ കാര്യത്തിൽ ലഭിച്ചു കഴിഞ്ഞു. അതിൽ 82 പരിശോധന പൂർത്തിയാക്കി ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ കേരളത്തിൻ്റെ വ്യവസായ വളർച്ച കഴിഞ്ഞ സാമ്പത്തിക വർഷം 17.3%. നമ്മുടെ വ്യവസായങ്ങളെ പരിപോഷിപ്പിച്ചുകൊണ്ട് തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാനാണ് നാം ശ്രമിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഉന്നത വിദ്യാഭ്യാസം സിദ്ധിച്ചിട്ടും തൊഴിലെടുക്കാൻ കഴിയാത്ത നിരവധി പേരുണ്ട്. പ്രത്യേകിച്ച് വീടുകളിൽ കഴിയുന്ന സ്ത്രീകൾ, വലിയ തോതിൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരും തൊഴിലെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ വീട്ടിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ആളുകൾക്ക് തൊഴിലവസരങ്ങൾ ഉറപ്പുവരുത്താനാണ് കോവിഡിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ഒരു ശ്രമം നാം ആരംഭിച്ചത്. ലോക തൊഴിൽ വിപണിയിലേക്കുള്ള അവസരങ്ങൾ തുറന്നു കൊടുക്കാൻ അതിനുതകുന്ന പദ്ധതികളാണ് നമ്മുടെ സംസ്ഥാനത്തിപ്പോൾ നല്ല രീതിയിൽ നടപ്പാക്കുന്നത്. സംരംഭകരാകാൻ താൽപ്പര്യമുള്ളവർക്ക് ശക്തമായ പിന്തുണ നൽകുന്നതിൻ്റെ ഉത്തമമായൊരു തെളിവാണ് സംസ്ഥാനത്ത് നടപ്പാക്കപ്പെടുന്ന സ്റ്റാർട്ടപ്പ് നയം. ഇതിൻ്റെ ഫലമായി 2016 മുതൽ 2021 വരെ എടുത്താൽ 3200 സ്റ്റാർട്ടപ്പുകൾ നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 32,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. 2021 ജൂൺ മുതലുള്ള ഇതേവരെയുള്ള അവസ്ഥയെടുത്താൽ 4,127 സ്റ്റാർട്ടപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. 42,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും കഴിയും. സർവകലാശാല വിദ്യാർത്ഥികളിൽ നിന്നും സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 466 ഇന്നവേഷൻ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ക്യാമ്പസുകളിൽ നിന്നും നൂതന ആശയങ്ങൾ കണ്ടെത്തുന്ന ഐഡിയ ഫെസ്റ്റുകൾ
സംഘടിപ്പിക്കുന്നുണ്ട്. ഇന്നവേഷൻ ഗ്രാൻറ്റുകൾ നൽകുകയും ചെയ്യുന്നുണ്ട്. വളർന്നു വരുന്ന സംരംഭകർക്കുള്ള ഒരു സ്പ്രിംഗ് ബോർഡാണ് യുവജന സംരംഭകത്വ വികസന പദ്ധതി. വളർന്നു വരുന്ന യുവ സംരംഭകർക്ക് നൂതന വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക, സംരംഭകത്വം വികസിപ്പിക്കുക, ഇതാണ് ഇതിൻ്റെ ലക്ഷ്യം. സ്കൂളുകൾക്ക് സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റവുമായി ബന്ധപ്പെടാൻ കഴിയുന്ന വിധത്തിൽ ITET സ്കൂളിൻ്റെ പിന്തുണ ലഭ്യമാക്കുന്നുണ്ട്. കേരള ടെക്നോളജിക്കൽ സർവകലാശാലയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ 7 ലക്ഷം വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് 300-ലധികം ബൂട്ട് ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ കേരള ടെക്നോളജി ഇന്നൊവേഷൻ സോൺ എന്ന പേരിൽ 3 മേഖലാ ഇൻക്യുബേറ്ററുകൾ ഒരുക്കാൻ ഉദ്ദേശിക്കുകയാണ്. നമ്മുടെ തിരുവനന്തപുരം ടെക്നോസിറ്റിയിൽ 5 ലക്ഷം ചതുരശ്രടി വിസ്തീർണത്തിൽ എമർജിംഗ് ടെക്നോളജി ഹബ്ബും ഒരുങ്ങുന്നുണ്ട്. 2016 മുതൽ 2021 വരെ 3,37,000 ചതുരശ്രടിയുടെയും 2021 ജൂൺ മുതൽ ഇതുവരെ 5,37,000 ചതുരശ്രടിയുടെയും സ്പേസ് ഇൻക്യുബേഷൻ സൗകര്യത്തിനായി ലഭ്യമാക്കിയിട്ടുണ്ട്. ഇൻക്യുബേഷൻ കേന്ദ്രങ്ങളെ ലീപ് കോവർക്ക് സ്പേസുകളായി റീബ്രാൻഡ് ചെയ്തിട്ടുമുണ്ട്. തിരുവനന്തപുരം, കൊച്ചി, കൊല്ലം, കാസർഗോഡ്, പാലക്കാട്, കണ്ണൂർ ഇവിടങ്ങളിൽ ലീപ് കോവർക്ക് സ്പേസ് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇൻ്റർനാഷണൽ എൻ്റർപ്രണർഷിപ്പ് എക്സ്ചേഞ്ച് പ്രോഗ്രാം വഴി 180 സ്റ്റാർട്ടപ്പുകൾക്കാണ് ഇതുവരെ പിന്തുണ നൽകാനായത്. വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിങ്ങിലൂടെ സ്റ്റാർട്ടപ്പ് മേഖലയിൽ 5,500 കോടി രൂപയുടെ നിക്ഷേപം സമാഹരിക്കാൻ കഴിഞ്ഞു. സംസ്ഥാനത്തെ 778 സ്റ്റാർട്ടപ്പുകൾക്കായി 35 കോടി രൂപ വിതരണം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഫലമായി ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ ബെസ്റ്റ് പെർഫോമർ പുരസ്കാരം കേരളമാണ് സ്വന്തമാക്കിയത്. സ്റ്റാർട്ടപ്പ് ജിനോമിൻ്റെ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് പ്രകാരം അഫോർഡബിൾ ടാലൻറ്റ് റേറ്റിംഗിൽ ഏഷ്യയിൽ 1ാമതാണ് കേരളം. ലോകത്തെ ഏറ്റവും മികച്ച പബ്ലിക് ബിസിനസ് ഇൻക്യുബേറ്ററായി UBI ഗ്ലോബൽ തിരഞ്ഞെടുത്തത് കേരള സ്റ്റാർട്ടപ്പ് മിഷനെയാണ്. കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളും പരമ്പരാഗത വ്യവസായങ്ങളും തമ്മിൽ സഹകരിക്കുന്ന സാഹചര്യം സൃഷ്ടിച്ചെടുക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. 4ാം വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഈ കാലത്ത് പരമ്പരാഗത വ്യവസായ മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യയെ പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ലോക വസ്ത്രവിപണിയിൽ മാറിവരുന്ന സങ്കല്പങ്ങൾക്കനുസരിച്ച് പുതിയ വിഭവങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നതിന് സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഫ്ലാബ് ലാബുകൾ പ്രയോജനപ്പെടുന്ന നിലയുണ്ടാകണം. അങ്ങനെ ഓരോ മേഖലയ്ക്കും ഉതകുന്ന വിധത്തിൽ സ്റ്റാർട്ടപ്പുകളെ ഉപയോഗപ്പെടുത്താൻ കഴിയേണ്ടതുണ്ട്. അതിനുള്ള എല്ലാ പിന്തുണയും സർക്കാർ നൽകും. സമൂഹത്തിൻ്റെ ഒരു പരിപ്രേക്ഷ്യം തന്നെയാണ്
ഇന്നിവിടെ സംഗമിക്കുന്നത്. ഇതിൽ ലോവർ പ്രൈമറി അധ്യാപകർ മുതൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രഗത്ഭർ വരെയുണ്ട്. യുവ അഭിഭാഷകർ, യുവ എഞ്ചിനീയർമാർ, പരിസ്ഥിതി രംഗത്ത് പ്രവർത്തിക്കുന്നവർ, ട്രാവൽ ടൂറിസം രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, ഇങ്ങനെ എണ്ണി എണ്ണി പറയാൻ പല വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഓരോ വിഭാഗത്തിനും അവരവരുടേതായ പ്രശ്നങ്ങളുമുണ്ട്. ജനങ്ങളുമായി നന്നായി ഇടപഴകുന്നവരാണ് നമ്മുടെ സംസ്ഥാന സർക്കാരുള്ളത് എന്നതുകൊണ്ട് തന്നെ ഓരോ വിഭാഗവും നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഏകദേശ ധാരണ സ്വാഭാവികമായും സർക്കാരിനുണ്ടാകും. അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് സർക്കാർ നീങ്ങുന്നത്. പൊതുവായൊരു സമീപനം ഒരു വിഭാഗത്തെയും കൈവിടില്ല എന്നതാണ്. എല്ലാ വിഭാഗത്തെയും ഉൾച്ചേർത്തുള്ള മുന്നോട്ട് പോക്കാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. ചില മേഖലകളുടെ കാര്യം പ്രത്യേകം പരിശോധിക്കേണ്ടി വരും. ഇപ്പോൾ വ്യത്യസ്ത മേഖലകളിലെ തൊഴിലാളികൾക്ക് മിനിമം കൂലി നൽകാതെ ഇരിക്കുന്നതുമായി ബന്ധപ്പെട്ട പിഴ വർദ്ധിപ്പിച്ചുകൊണ്ട് 2017 മിനിമം വേജ് ആക്റ്റിൽ തന്നെ സംസ്ഥാനത്ത് ഭേദഗതി വരുത്തിയിട്ടുണ്ട്. ഗിഗ് മേഖലയിലെ തൊഴിലാളികൾക്ക് ന്യായമായ വേതനവും മെച്ചപ്പെട്ട തൊഴിൽ സമ്പ്രദായവും ഉറപ്പാക്കുന്നതിനായി ഗിഗ് സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു നയം രൂപീകരിക്കുന്ന കാര്യം സർക്കാർ ആലോചിച്ചു വരികയാണ്. ഓൺലൈൻ ഡെലിവറി ഏജൻറ്റുമാർക്കായി ഒരു ക്ഷേമനിധി രൂപീകരിക്കുന്ന കാര്യവും പരിഗണനയിലുണ്ട്. ഡിജിറ്റൽ ലേബർ പ്ലാറ്റ്ഫോമുകളും പ്ലാറ്റ്ഫോം തൊഴിലാളികളുടെ കൂട്ടായ്മകളും തമ്മിലുള്ള തർക്കപരിഹാരത്തിന് നിരവധി സന്ദർഭങ്ങളിൽ സർക്കാർ ഇടപെട്ടിട്ടുണ്ട്. കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്സ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഭേദഗതി നിയമം 2018 വഴി ഇരിക്കാനുള്ള അവകാശം ഉറപ്പാക്കിയത് വനിതകൾക്കേറെ പ്രയോജനകരമായി. 2017 മെറ്റേണിറ്റി ബെനിഫിറ്റ് ഭേദഗതി നിയമം, 2017 വ്യാവസായിക തർക്ക കേരള ഭേദഗതി നിയമം, ഇവയെല്ലാം എടുത്തു പറയത്തക്കതാണ്. കേരള സർക്കാർ ഗാർഹിക തൊഴിലാളി നിയന്ത്രണവും ക്ഷേമവും ബിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഹോം നഴ്സുമാർക്കും വീട്ടുജോലിക്കാർക്കും ന്യായമായ വേതനവും ആരോഗ്യ ആനുകൂല്യങ്ങളും ശമ്പളത്തോടു കൂടിയ അവധിയും ലഭ്യമാക്കാനാണ് ബിൽ നിർദ്ദേശിക്കുന്നത്. തൊഴിലാളി ക്ഷേമം ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെയാണ് കേരളം വ്യാവസായിക മുന്നേറ്റം കൈവരിക്കുന്നത്. പക്ഷേ കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നെഗറ്റീവ് പ്രചരണം ശക്തമായ ഒരു തലത്തിൽ നടക്കുന്നുവെന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. വ്യവസായങ്ങൾ ഇവിടെ വരുന്നില്ല, ഇവിടെ നിക്ഷേപങ്ങൾ നടത്താൻ കഴിയില്ല എന്നൊക്കെയുള്ള തെറ്റായ പ്രചരണം, അതിൽ യാതൊരു കഴമ്പുമില്ല എന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വ്യാവസായിക നില പരിശോധിക്കുന്ന ആർക്കും വ്യക്തമാകുന്നതാണ്. ഇവിടെ ദീർഘകാലമായി നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ലോകത്തെ തന്നെ മുൻനിര
സോഫ്റ്റ്വെയർ കമ്പനി നമ്മുടെ സംസ്ഥാനം ആസ്ഥാനമായാണ് പ്രവർത്തിക്കുന്നത്. ഒരുപാട് കമ്പനികളുടെ ഉദാഹരണം നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റും. നേരത്തെ എയർബസ്, നിസാൻ, ടെക് മഹീന്ദ്ര ഇങ്ങനെയെല്ലാമുള്ള ലോകോത്തര കമ്പനികൾ കേരളത്തിലേക്ക് വന്നതാണ്. ഇപ്പോഴാണെങ്കിൽ അതിൻ്റെ തുടർച്ച TCS, ടാറ്റ എലക്സി, IBM ഇത്തരം കമ്പനികളും കേരളത്തിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിച്ചിരിക്കുന്നു. കുറച്ച് നാൾ മുൻപാണ് ടോറസ് ഡൗൺ ടൗൺ എന്ന വൻകിട പദ്ധതി നടപ്പായത്. ചില എതിർപ്പുകളും മറ്റും അതിനുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം അതിജീവിച്ച് അത് യാഥാർത്ഥ്യമായി കഴിഞ്ഞു. നമ്മുടെ കേരളം തൊഴിലുകളില്ലാത്തതോ മാന്യമായി തൊഴിൽ ചെയ്യാനുള്ള സാഹചര്യമില്ലാത്തതോ ആയ ഒരു സംസ്ഥാനമല്ല. പക്ഷെ ഇതാണ്, അങ്ങനെയാണ് എന്ന് തൊഴിലുകളില്ലാത്ത, മാന്യമായി തൊഴിൽ ചെയ്യാനുള്ള സാഹചര്യമില്ലാത്ത ഒരു സംസ്ഥാനമാണ് കേരളമെന്ന് നേരത്തെ പറഞ്ഞ നെഗറ്റീവ് പ്രചരണത്തിൻ്റെ ശക്തികൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ യുവജനങ്ങളിൽ ഒരു ഭാഗം വിദേശത്തേക്ക് പോകുന്നുണ്ട്. ആ വിദേശയാത്ര, വിദേശത്ത് തൊഴിൽ തേടി പോകുന്നത് ഇതിൻ്റെ ഭാഗമാണ് എന്നും സ്ഥാപിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. തങ്ങളുടെ ശേഷികൾക്കനുസൃതമായ തൊഴിൽ തേടി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ആളുകൾ പോകാറുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ കുടിയേറ്റ ചരിത്രം ഒരു നൂറ്റാണ്ടിലധികമുള്ളതാണ്. കേരളത്തിൻ്റെ സോഷ്യൽ ക്യാപിറ്റലിനെ ലോകത്താകെ വിന്യസിക്കുന്ന പ്രക്രിയയായി കാണാൻ കഴിയും. ഏത് നൂതന മേഖലയിലും ലോകത്താകെ എവിടെയെടുത്താലും മലയാളി സാന്നിധ്യമുണ്ടാകും. അപ്പോൾ ആ മേഖലകളിലെല്ലാം നമ്മൾ ആർജിച്ച മികച്ച കഴിവുകളാണ്, ശേഷികളാണ് ഇതിന് ഇടയാക്കുന്നത്. അപ്പോൾ പ്രവാസം എന്നത് നമ്മൾ ആർജിച്ച കഴിവുകളുടെയും ശേഷികളുടെയും ദൃഷ്ടാന്തമായിട്ടാണ് വരുന്നത്. പഴയ കാലത്ത് ശാരീരികാധ്വാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള തൊഴിലുകൾക്കാണ് ആളുകൾ പോയിരുന്നത്. കേരളം മാറി വിദ്യാഭ്യാസ രംഗത്ത് സാർവത്രിക വിദ്യാഭ്യാസം വന്നു. അതിൻ്റേതായ പുരോഗതിയുണ്ടായി. ഇന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ കേന്ദ്രങ്ങളിലെല്ലാം മലയാളി സാന്നിധ്യം അതുകൊണ്ടാണ് കാണാൻ കഴിയുന്നത്. നമ്മുടെ ചെറുപ്പക്കാർ വിദേശത്ത് പോകുമ്പോൾ അവർ സ്വകാര്യ ഏജൻസികളുടെ തട്ടിപ്പിനിരയാകരുത്. അതിനാണ് ഒഡേപെക് എന്ന സർക്കാർ സംവിധാനം നാം ഒരുക്കിയിട്ടുള്ളത്. ഏറ്റവും മികച്ച റിക്രൂട്ട്മെൻറ്റ് ഏജൻസിക്കുള്ള 2022 ഫിക്കി അവാർഡ് ഒഡേപെക്കിനാണ് ലഭിച്ചിരുന്നത്. വിവിധ രാജ്യങ്ങളിലേക്ക് ഒഡേപെക്കിൻ്റെ നേതൃത്വത്തിൽ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്. തൊഴിലങ്ങനെ ഉറപ്പുവരുത്താനും കഴിയുന്നുണ്ട്. മറ്റൊരു
പ്രശ്നം വിദ്യാർത്ഥികൾക്ക് വിദേശ രാജ്യങ്ങളിൽ പഠിച്ച് ഉന്നത ബിരുദം നേടാനും ഉന്നത ജോലി ഉറപ്പാക്കുന്നതിനും സ്റ്റഡി അബ്രോഡ് പദ്ധതി നടപ്പാക്കുന്നുണ്ട്. കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസുമായി സഹകരിച്ച് റിയാദ്, ദുബായ്, അബുദാബി ഇവിടങ്ങളിലെ ഇൻ്റർനാഷണൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ നടത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം, എറണാകുളം, അങ്കമാലി, കോഴിക്കോട്, ന്യൂഡൽഹി എന്നിവിടങ്ങളിൽ ഇതിൻ്റേതായ പരിശീലന കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ട്. അതിലൂടെ IELTS, OET എന്നീ പരീക്ഷകൾക്കും ജർമ്മൻ ഭാഷയിലും പരിശീലനം നൽകുന്നുണ്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ OET പരീക്ഷാ കേന്ദ്രം 2021 അങ്കമാലിയിൽ ആരംഭിച്ച കേന്ദ്രമാണ്. കേരളത്തിലെ മികച്ച സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതിനുള്ള ശ്രമമാണ് നാം നടത്തുന്നത്. വിദേശത്ത് പോകാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള അവസരം ഒരുക്കേണ്ടതുണ്ട്. എന്നാൽ സംസ്ഥാനത്ത് നല്ല രീതിയിലെ തൊഴിൽ സാഹചര്യം ഉറപ്പുവരുത്തൽ പ്രധാനമാണ്. ഈ കാര്യം പരിശോധിച്ചാൽ നമ്മുടെ രാജ്യത്ത് ഏറ്റവും മികച്ച തൊഴിൽ സാഹചര്യം കേരളത്തിലാണുള്ളത് എന്നാണ് ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. പഠനം പൂർത്തിയാക്കി തൊഴിൽ രംഗത്ത് ഇറങ്ങുന്ന യുവജനങ്ങൾ ലിംഗഭേദമന്യേ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന നാട് കേരളമാണെന്നാണ് ചില റിപ്പോർട്ടുകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. 18-നും 21-നും ഇടയിലുള്ള പ്രായക്കാരിൽ ഏറ്റവും തൊഴിൽ ക്ഷമതയുള്ള സംസ്ഥാനങ്ങളിൽ 2ാം സ്ഥാനം കേരളത്തിനാണ്. പ്രായവ്യത്യാസമില്ലാതെ സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന രാജ്യത്തെ നഗരങ്ങളിൽ കൊച്ചി 2ാമതും തിരുവനന്തപുരം 4ാമതുമാണ്. അതേപോലെ തന്നെ പൊതുമേഖലയിൽ തൊഴിലവസരങ്ങൾ ഒരുക്കുന്ന കാര്യത്തിലും നമ്മുടെ സംസ്ഥാനം വളരെ മുന്നിലാണ്. 2018 മുതലുള്ള കാലയളവിൽ ഇന്ത്യയിലൊട്ടാകെ കേന്ദ്ര സർവീസുകളിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയത് 16,434 നിയമനങ്ങൾ മാത്രമാണ് എന്ന് നാം കാണുന്നു. ഇവിടെ റെക്കോർഡ് നിയമനം കേരള PSC നടത്തി രാജ്യത്തിന് മാതൃകയാകുന്നുവെന്ന് ഇതുമായി ബന്ധപ്പെടുത്തി നാം കാണേണ്ടതാണ്. 2,30,000-ലധികം നിയമന ശുപാർശകളാണ് 2016 ജൂൺ മുതൽക്ക് ഇങ്ങോട്ടുള്ള കാലയളവിൽ നൽകിയത്. മാത്രമല്ല, ഈ കാലയളവിൽ 30,000-ഓളം അധിക തസ്തികകളും സംസ്ഥാന സർക്കാർ സൃഷ്ടിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ 8 ഇരട്ടി ജനസംഖ്യ, 3 ഇരട്ടി സർക്കാർ ജീവനക്കാർ ഉത്തർപ്രദേശിലുണ്ട്. അവിടുത്തെ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയത് 37,632 നിയമനങ്ങൾ മാത്രമാണ്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് മധ്യപ്രദേശിലാകെ നടന്നത് 4,500 നിയമനങ്ങളാണ്. മഹാരാഷ്ട്രയിലെ 11,535, ഗുജറാത്ത് 8,890, രാജസ്ഥാൻ 31,869, പശ്ചിമ ബംഗാൾ 12,940. അപ്പോൾ ഇത്തരമൊരു ഘട്ടത്തിലാണ് കേരള PSC വലിയ തോതിലുള്ള റെക്കോർഡ് സൃഷ്ടിക്കുന്ന നിയമനങ്ങൾ നടത്തുന്നത്.
ഇതോടൊപ്പം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ തോതിലുള്ള ഇടപെടലാണ് സർക്കാർ നടത്തുന്നത്. പുതുതലമുറക്ക് മികച്ച വിദ്യാഭ്യാസ സംവിധാനങ്ങളും ആധുനികമായ ശേഷി വികസന പരിപാടികളുമാണ് നാം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം ആധുനിക ലോകത്ത് സമയത്തിനാണ് ഏറ്റവും അധികം മൂല്യമുള്ളത്. മനുഷ്യൻ്റെ സമയം നഷ്ടപ്പെടാതിരിക്കാൻ അത്യാധുനിക ഗതാഗത സംവിധാനങ്ങൾ നാട്ടിലാകെ നല്ല രീതിയിൽ ഒരുക്കേണ്ടതുണ്ട്. ദേശീയപാത വികസനം, ദേശീയ ജലപാത നവീകരിക്കൽ, കൊച്ചി മെട്രോ വികസിപ്പിക്കൽ, വാട്ടർ മെട്രോ യാഥാർത്ഥ്യമാക്കിയത്, ലൈറ്റ് മെട്രോ പ്രാബല്യത്തിൽ വരുത്താൻ ശ്രമിക്കുന്നത് എല്ലാം ഇതിൻ്റെ ഭാഗമാണ്. കേരയിൽ പോലെയുള്ള നൂതന ഗതാഗത സംവിധാനങ്ങൾ നമ്മുടെ നാടിന് ആവശ്യമായതാണ്. ഇതെല്ലാം നമ്മുടെ നാടിൻ്റെ ഭാവിയെ കരുതി ഉള്ള ഇടപെടലുകളാണ്. കേരളം ഉപയോഗിക്കുന്ന അത്യാധുനിക സംവിധാനങ്ങളിലൊന്നാണ് ഗതാഗതം നിയന്ത്രിക്കാനായി ഏർപ്പെടുത്തിയ AI ക്യാമറ സംവിധാനം. അത് നടപ്പാക്കിയപ്പോൾ എന്തെല്ലാം പുകരാനുണ്ടായത് എന്ന് നിങ്ങളെല്ലാവരുടെയും ശ്രദ്ധയിലുള്ളതാണ്. എന്നാൽ റോഡപകടങ്ങളും ജീവഹാനിയും കാര്യമായി കുറഞ്ഞിട്ടുണ്ട്. 2023 ജൂൺ മാസത്തിലാണ് AI ക്യാമറ പ്രവർത്തനം ആരംഭിച്ചത്. അന്ന് മുതൽ 23 ഡിസംബർ വരെ 1857 ജീവനാണ് റോഡ് അപകടങ്ങളിൽ പൊലിഞ്ഞത്. ഇത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവ് 2022 ജൂൺ മുതൽ 2022 ഡിസംബർ വരെയുള്ള ആ കാലയളവ് എടുത്താൽ 2385. നല്ല കുറവ് ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടായി എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നൂതന സംവിധാനങ്ങളാകെ ഒരുക്കുമ്പോൾ പരിസ്ഥിതി സൗഹൃദമാണ് എന്ന് ഉറപ്പുവരുത്താൻ നാം പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. 2040 ആകുമ്പോഴേക്ക് 100% പുനരുൽപാദന ഊർജ സ്രോതസ്സുകളിൽ അധിഷ്ഠിതമായ സംസ്ഥാനം എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് നാം ശ്രമിക്കുന്നത്. അതോടൊപ്പം 2050 കേരളത്തെ നെറ്റ് കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കാനുള്ള ഇടപെടലുകളും നടത്തുകയാണ്. കാർബൺ ബഹിർഗമനം കുറക്കുന്നതിന് വേണ്ടിയാണ് ഈ വാഹന നയം നടപ്പാക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ സിയാലിൽ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന നടപടികളും അതിനുള്ള തുടക്കവും കുറിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വനസംരക്ഷണത്തിനുള്ള പ്രത്യേക നയവും നാം നടപ്പാക്കുന്നുണ്ട്. യുവജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തി പ്രവർത്തിക്കുന്ന യുവജനക്ഷേമ ബോർഡ്, യൂത്ത് കമ്മീഷൻ ഇവയെല്ലാം വഴി നിരവധി പദ്ധതികൾ നടപ്പാക്കി വരുന്നുണ്ട്. സംരംഭകത്വ വികസന ശില്പശാലയായ കീ സമ്മിറ്റ്, യുവാ ക്ലബ്ബ്, ടീം കേരള, അവളിടം, മാരിവില്ല്, യെസ് ക്ലബ്ബ്, കേരളോത്സവം, യുവശക്തി ഇതെല്ലാം അവയിൽ പ്രധാനപ്പെട്ടവയാണ്. പുതിയ കായിക നയം യുവജനങ്ങളെ മുന്നിൽ കണ്ടാണ് തയ്യാറാക്കിയുള്ളത്. എല്ലാവർക്കും കായിക രംഗത്ത് ശാസ്ത്രീയ മാനദണ്ഡങ്ങളോടെ വിദഗ്ധ പരിശീലനം നൽകി ഉന്നത നിലവാരമുള്ള കായിക താരങ്ങളെ വാർത്തെടുക്കലാണ് നാം കായിക നയത്തിൽ ലക്ഷ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ നാടിന് കൈത്താങ്ങാകുന്നവരാണ് നമ്മുടെ യുവാക്കൾ. സ്വാഭാവികമായും പ്രളയത്തിൻ്റെയും കോവിഡിൻ്റെയുമൊക്കെ ഘട്ടത്തിൽ നമ്മുടെ യുവത അത് തെളിയിച്ചതാണ്. സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഇടപെട്ട ഒട്ടേറെ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുള്ളതാണ്.
പ്രളയഘട്ടത്തിൽ ഒരു യുവജന പ്രസ്ഥാനം ആക്രി പെറുക്കിയും മീൻ പിടിച്ചും വിറ്റുമൊക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 11 കോടി രൂപയാണ് സംഭാവന ചെയ്തത്. ക്വാറന്റൈൻ കേന്ദ്രങ്ങളിൽ കൂട്ടിരിപ്പുകാരായി ഇരുന്നവരും യുവാക്കളായിരുന്നു. അന്ന് ആ ഘട്ടത്തിൽ മരണപ്പെട്ടു പോയവരുടെ മൃതശരീരം സംസ്കരിക്കാൻ നേതൃത്വം കൊടുത്തവരും യുവജനങ്ങൾ തന്നെയായിരുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾ തുറന്നു കൊണ്ടുപോയി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ജീവിക്കുന്നത്, അല്ലാത്തവർ മരിച്ചവരാണ് എന്ന സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകൾ നവകേരള സൃഷ്ടിയിൽ അന്വർത്ഥമാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പ്രളയത്തെ, മറ്റ് പ്രകൃതി ദുരന്തങ്ങളെ, കോവിഡ് തുടങ്ങിയ മഹാമാരികളെ അതിജീവിച്ചാണ് നാം നവകേരളം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. കേരളം ആർജിച്ച നേട്ടങ്ങളെ ഇകഴ്ത്തിക്കാട്ടാനും കേരളത്തെ സാമൂഹികമായും സാമ്പത്തികമായും തകർക്കാനുമുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇവയെല്ലാം അതിജീവിച്ച് വേണം നമുക്ക് മുന്നേറാൻ. കേരളത്തിൻ്റെ അതിജീവനത്തിൻ്റെ അന്തസത്ത ഉൾക്കൊള്ളാൻ നമ്മുടെ യുവാക്കൾക്ക് കഴിയണം. പ്രതിസന്ധികളും വിഷമങ്ങളും ജീവിതത്തിലുണ്ടാകും. അവയെ മുറിച്ചു കടന്ന് മുന്നോട്ട് പോവുക, അതിനുള്ള കരുത്താർജിക്കുക, ഇതാണ് പ്രധാനം. യുവാക്കളാണ് നാടിൻ്റെ മുഖം. ആ മുഖം വാടാതെ നോക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണെന്ന് സർക്കാർ തിരിച്ചറിയുന്നു. ആ മുഖം വാടിയാൽ വരും തലമുറകളുടെ കാര്യമാകെയാണ് ഇരുളിലാവുക. അത് സഹിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ യുവാക്കൾക്ക് ഏറ്റവും വലിയ കരുതൽ സർക്കാരിൽ നിന്നുണ്ടാകും. ഏത് മേഖലയിൽ, ഏതൊക്കെ തരത്തിൽ, അതൊക്കെ സംബന്ധിച്ച് തുറന്ന അഭിപ്രായം നിങ്ങൾ പ്രകടിപ്പിക്കുക. ആ അഭിപ്രായങ്ങൾ കാതോർത്ത് കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇനിയുള്ള ഘട്ടത്തിലെ സർക്കാർ നയങ്ങളിൽ, നിലപാടുകളിൽ തീർച്ചയായും പ്രതിഫലിക്കും. മാനവിക മൂല്യങ്ങളെയും നൂതനാശയങ്ങളെയും നാടിൻ്റെ വളർച്ചയ്ക്കായി ഏറ്റവും മികച്ച രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്നുകൂടി അറിയിക്കട്ടെ.